Good morning, Pradeep sir. Welcome to the show. Morning, Priya, and morning, viewers. നിഫ്റ്റിയെ സംബന്ധിച്ച് 22,000 എന്നൊരു ലെവൽ മറികടന്ന് തന്നെയാണ് വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ 22,118 എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരികളിലൊക്കെ തന്നെ നമുക്കൊരു പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ പ്രിയ, ഇന്ന് നിഫ്റ്റിയിൽ നമ്മൾ നാച്ചുറലി വളരെ ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50യുടെ കേസിൽ 22,200 പോയിന്റ് ആയിരിക്കണം അടുത്ത മേജർ ഹേർഡിൽ ക്രോസ് ചെയ്യാൻ. ആൻഡ് അതിനെ തുടർന്ന് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ 22,300 പോയിന്റ് തൊട്ട് താഴെ. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സിലേക്ക് വരുമ്പോൾ 394 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നു. 46,000 മറികടന്നാണ് ഇന്നിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളതും. നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സിൽ പ്രധാനപ്പെട്ട 12 ഓഹരികളും ഇന്നൊരു മുന്നേറ്റം പ്രകടമാക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരൊറ്റ ഓഹരി പോലും ഈ മിനിറ്റുകളിൽ ഇടിവ് രേഖപ്പെടുത്തുന്നുമില്ല. നിലവിലെ നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സിന്റെ അണ്ടർടോൺ എങ്ങനെയാണ്? അണ്ടർടോൺ ബുള്ളിഷായി മാറിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. സോ നമ്മൾ ഇന്ന് കാലത്തെ മാർക്കറ്റ് പ്ലസിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് ടു ഇനീഷ്യേറ്റ് എ ലോങ് പൊസിഷൻ, പർട്ടിക്കുലർലി ഒത്തിരി കറക്ഷൻ നേരിട്ടിരിക്കുന്ന ബാങ്കിങ് സ്റ്റോക്സ് ലൈക്ക് HDFC ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എക്സെട്ര. അതോടൊപ്പം തന്നെ ഇന്നത്തെ വിപണിയെ സംബന്ധിച്ച് നേരത്തെ മോർണിംഗിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഓട്ടോ സൂചികയിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ 1% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓട്ടോ സൂചികയ്ക്ക് സാധിക്കുന്നുണ്ട്. ഭൂരിഭാഗം ഓട്ടോ ഓഹരികളെ സംബന്ധിച്ചും നല്ലൊരു മൂവ്മെന്റിൽ തന്നെയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അതിൽ ഐഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ട്രേഡിംഗ് നടത്തുന്നത്. ഒപ്പം തന്നെ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിന്റെ ഓഹരികളെ സംബന്ധിച്ചും ഓട്ടോ സൂചികയിൽ ഒരു ഇടിവ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഓട്ടോ സൂചികയിൽ ഈ 2 ഓഹരികളെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ 2 ഓഹരികളിലുള്ള ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ഐഷർ മോട്ടോറിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് ആയിട്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷും ആയിട്ട് കാണുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഐഷർ മോട്ടോഴ്സ് ഓവറോൾ ഓട്ടോ മേഖലയെ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അറ്റ് ദ മൊമെന്റ് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്ക് ഐഷർ മോട്ടോറിൽ ഒരു ബൈയിങ് അവസരം ലഭിക്കുമെന്ന്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഷർ മോട്ടോർ 440 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടത്തുള്ളൂ. സോ ഓട്ടോ സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ എത്രയോ മികച്ച ലോ റിസ്കിലെ ബൈയിങ് അവസരങ്ങളുണ്ട്. അവിടെ ആയിരിക്കണം നമ്മുടെ ഫോക്കസ് മുഴുവൻ. കമ്മിങ് ടു ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, അൺഫോർച്ചുനേറ്റ്ലി ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിലെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. അറ്റ് ദ മൊമെന്റ് ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ എനർജി സെഗ്മെന്റിൽ വലിയൊരു മുന്നേറ്റം കാണുന്നുണ്ട്. അവിടെ നിന്നും അദാനി ഗ്രീൻ എനർജി 4% കൂടുതലുള്ള ഒരു മുന്നേറ്റമാണ് റിലയൻസിനെ മറികടന്ന് ഇന്നത്തെ വ്യാപാരത്തിൽ രേഖപ്പെടുത്തുന്നത്. ലിസ്റ്റഡ് സ്പേസിലുള്ള എല്ലാ അദാനി ഓഹരികളിലും ഒരു മികച്ച മുന്നേറ്റം കാണുന്നു. നിലവിൽ 4.6%-ലധികമാണ് ഈ ഗ്രീൻ എനർജി സ്റ്റോക്ക് നൽകുന്ന ഒരു മുന്നേറ്റം എന്ന് വേണം കരുതാനായിട്ട്. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും അധികം നേട്ടം നൽകിയ അദാനി ഓഹരികളിൽ ഒന്നാണ് ഈ ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. മൾട്ടി ബാഗർ റിട്ടേൺ ആയിട്ടുള്ള 268% കൂടുതൽ നേട്ടം നൽകിയിട്ടുണ്ട്. ഇയർ ടു ടിൽ ഡേറ്റിലും 23%-ലധികം ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റോക്കാണ് അദാനി ഗ്രീൻ എനർജി. ഈ ഒരു സ്റ്റോക്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എങ്ങനെയാണ്? പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? അദാനി ഗ്രീൻ അഗൈൻ എന്റെ ഒരു ഷോർട്ട് ടേം ട്രേഡിംഗ് സ്പേസിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒത്തിരി അദാനി സ്റ്റോക്സ് ഉണ്ട്. അതിൽ നാച്ചുറലി 2 ടോപ്പ് സ്റ്റോക്സ് ആ അദാനി എനർജി, അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി ഗ്രീൻ എനർജി. ആൻഡ് ആക്ച്വലി അതിന്റെ കൂടെ നമുക്ക് അദാനി എന്റർപ്രൈസസും കൂട്ടിച്ചേർക്കാം. സോ ഇതിലൊക്കെ തന്നെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് വളരെ വളരെ ഫേവറബിൾ ആയിട്ടാണ് കാണുന്നത്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 250 രൂപയായിരിക്കും അദാനി ഗ്രീൻ എനർജിക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ്.
അതോടൊപ്പം സാറിനോട് എനർജി സ്റ്റോക്സുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസത്തിൽ മറ്റൊരു അപ്ഡേഷൻസ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്തി ബിജിൽ യോജനയുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് അപ്രൂവ് നൽകിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 10 മില്യൺ വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം സംവിധാനം ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുമതി തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ഇതിന്റെയൊക്കെ തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് എത്രത്തോളം എനർജി സ്റ്റോക്സിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്? എനർജി സെക്ടറിൽ സാറിന്റെ ഒരു പ്രിഫറൻസ് നൽകുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? എനർജി ഓവറോൾ നമ്മളെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓവർടോൺ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. സോ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് എനർജി സ്റ്റോക്സിലും ആ ഒരു സെക്ടറിലും ഒക്കെ തന്നെ ഒത്തിരി ഒത്തിരി നേട്ടം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ നാച്ചുറലി ഈ ഒരു സ്റ്റേജിൽ നമ്മളിപ്പോ ഓർക്കേണ്ടത് വി ആർ ഹെഡിങ് ഇൻ ടു ആൻ ഇലക്ഷൻ. സോ ഇത് ആക്ച്വലി എന്റെ അഭിപ്രായത്തിൽ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ലാസ്റ്റ് ഫേസ് ഓഫ് ദ ബുൾ മാർക്കറ്റ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു 6-7 ആഴ്ചകൾക്കുള്ളിൽ നമ്മൾ ഇലക്ഷൻ മോഡിലോട്ട് പോകും. സോ പല എനർജി സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻ ദ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്പേസ്. സോ ഒത്തിരി നേട്ടം ഓൾറെഡി നൽകിയിരിക്കുന്ന സ്റ്റോക്സിലൊക്കെ തന്നെ നമ്മൾ വളരെ വളരെ കെയർഫുൾ ആയിട്ട് വേണം പുതിയ ലോങ് പൊസിഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട്. എസ് പ്രദീപ് സർ, FMCG സെഗ്മെന്റിലേക്കാണ് വരുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ 20.66% മാത്രം നേട്ടം നൽകിയപ്പോൾ ഈ ഒരു സൂചികയിൽ നിന്നും മിസ്സിസ് ബെക്ടേഴ്സ് ഫുഡിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. മൾട്ടി ബാഗ് റിട്ടേൺ ആണ് പോയ വർഷത്തിൽ മിസ്സിസ് ബെക്ടേഴ്സ് ഫുഡിന്റെ ഓഹരികൾ നൽകിയിട്ടുള്ളത്. ഒരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാനുള്ള ഒരു സ്റ്റോക്കായിട്ട് കൂടി ഇതിനെ വിലയിരുത്താം. കാരണം പ്രധാനമായിട്ടും കമ്പനിക്ക് ബിസ്ക്കറ്റ് പ്രൊഡക്ഷനും അതോടൊപ്പം തന്നെ ബ്രെഡ് ബേക്കറി ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ഒരു വളരെ ബുള്ളിഷ് ടോണിലേക്ക് മാറുകയാണോ ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത്? ഈ ഒരു സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യലി കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? മിസ്സസ് ബെക്ടർ ഒത്തിരി ഒത്തിരി നേട്ടം ഇൻവെസ്റ്റേഴ്സിന് നൽകിയ ഒരു കമ്പനി തന്നെയാണ്. ലോങ് ടേമിൽ ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം വിത്ത് മിസ്സസ് ബെക്ടർ. ബട്ട് എങ്കിലും ഒക്ടോബർ മാസത്തിൽ 1360 രൂപയുടെ ഒരു ഹൈ ലെവൽ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ നമ്മൾ നല്ല കറക്ഷനാണ് കണ്ടുവരുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് അവസാനിച്ചു എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ കറന്റ്ലി പുതിയ ലോങ് പൊസിഷൻ അവോയ്ഡ് ചെയ്യുക. സ്റ്റോക്ക് 1170 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കറക്ഷൻ കംപ്ലീറ്റ് ആയെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്നിപ്പോൾ ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ച ഒരു ഇടിവോട് കൂടിയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2821 എന്ന റേഞ്ചിലാണ് ഏഷ്യൻ പെയിന്റ്സിന്റെ ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ബർജർ പെയിന്റ്സിനെ സംബന്ധിച്ച് ഇന്ന് 4% ഒരു നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട്. 583 രൂപ എന്ന റേഞ്ചിലാണ് ബർജർ പെയിന്റ്സിനെ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് പെയിന്റിംഗ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി പെയിന്റ് സ്റ്റോക്സ് ഒന്നും തന്നെ ഒരു ബുള്ളിഷ് മോഡിൽ കാണാൻ സാധിക്കുന്നില്ല. സോ നമുക്ക് അക്സോ നൊബേൽ ആൻഡ് അതുപോലെ തന്നെ ഏഷ്യൻ പെയിന്റ്സിൽ കഴിഞ്ഞ ആഴ്ചയിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. ബട്ട് വീണ്ടും ഈ രണ്ട് സ്റ്റോക്സിലും കനത്ത സെല്ലിങ്ങിനെ തുടർന്ന് വീണ്ടും ആ രണ്ട് സ്റ്റോക്സിനും ട്രെൻഡ് ബെയറിഷായി മാറി. മറ്റ് പെയിന്റ് സ്റ്റോക്സ് നെറോലാക്, അതുപോലെ തന്നെ ബർജർ പെയിന്റ്സ്, അതുപോലെ തന്നെ ഇൻഡിഗോ പെയിന്റ്സ്, ഇതിലൊന്നും തന്നെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. സോ ഓവറോൾ നമ്മൾ ആ പെയിന്റ് സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ തൽക്കാലം അത് അവോയ്ഡ് ചെയ്യുക. എസ് പ്രദീപ് സർ, കഴിഞ്ഞ ദിവസങ്ങളിൽ ലുമാക്സ് ഓട്ടോടെക്കിന്റെ ഓഹരികൾ 9% ഒരു വലിയ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു ബ്ലോക്ക് ഡീലിനെ തുടർന്ന്. നിലവിൽ ഇന്നും ഓഹരി ഒരു നേട്ടം തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. 0.4% ഒരു മുന്നേറ്റത്തോടു കൂടി ലുമാക്സ് ഓട്ടോടെക് 482 രൂപയിലാണ് ട്രേഡ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞൊരു വർഷങ്ങളിൽ 91% നേട്ടം നൽകിയ ശേഷം ഈ വർഷവും ഇതുവരെ 25% ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. നിലവിലെ ഈ സ്റ്റോക്കിന്റെ ഒരു അണ്ടർടോൺ എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്യുന്നുണ്ടോ? ജാസ്മിൻ, അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ള ഒരു കാര്യം മറക്കരുത്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. കഴിഞ്ഞ ഒരു 4-5 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലെ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ലോങ് പൊസിഷൻ നിലനിർത്തുക. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം ആ ഒരു പൊസിഷൻ മാനേജ് ചെയ്യാനായിട്ട്.
ഇന്നത്തെ വിപണിയിൽ IFCAയുടെ ഓഹരികളെ സംബന്ധിച്ച് ഒരു ഫ്ലാറ്റ് നോട്ടിൽ 45 രൂപ റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. IFCA സംബന്ധിച്ച് ആ ഒരു ഓഹരി കൈവശമുള്ള നിക്ഷേപകരെ സംബന്ധിച്ച് സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? See, IFCI again pure speculative, pure trading stock. ഇതിന്റെ ഫൈനാൻഷ്യൽസ് അത്ര മികച്ചതല്ല. ഡിസംബർ മാസത്തില് 25 രൂപയിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് പെട്ടെന്ന് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ഈ മാസത്തിന്റെ തുടക്കത്തിൽ 70 രൂപ വരെ എത്തിയിരുന്നു. അതിനെ തുടർന്ന് നമ്മൾ നല്ലൊരു സെല്ലിംഗ് കണ്ടിരിക്കുന്നത്. നമ്മളൊരു ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 40-45 റേഞ്ചിൽ നമുക്കൊരു പൊസിഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. ബട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നെങ്കിൽ 50 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 50ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 2 മേജർ ടാർഗറ്റ്സ് 60 അതിനെ തുടർന്ന് 65 രൂപയോ ആയിരിക്കും. കഴിഞ്ഞ ഒരു വർഷത്തിൽ 200% നേട്ടം 11 മാസങ്ങളിലായിട്ട് ഒരു പോസിറ്റീവ് അണ്ടർടോൺ ഫോം ചെയ്യുന്ന സൊമാറ്റോയെ കുറിച്ചാണ് സർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു റെക്കോർഡ് നേട്ടമായിട്ടുള്ള 173 രൂപ എന്നുള്ള ഒരു ലെവൽ സൊമാറ്റോ ടച്ച് ചെയ്തിട്ടുമുണ്ട്. സൊമാറ്റോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ന് 0.97% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ഇയർ ടു ടിൽ ഡേറ്റ് പെർഫോമൻസ് പരിശോധിച്ചാലും വളരെ മികച്ച ഒരു മുന്നേറ്റം 35% നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഇനിയും മുന്നോട്ടുള്ള സൊമാറ്റോയുടെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലിന്റെ സാധ്യത എത്രമാത്രമാണ്? വളരെ ഹൈ പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. ഇറ്റ്സ് റിയൽ ടേൺ റൗണ്ട് സ്റ്റോക്ക്. അതായത് ഒത്തിരി നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കമ്പനി ഇറ്റ് ഈസ് കമ്മിങ് ടു പ്രോഫിറ്റബിലിറ്റി. ഓരോ ക്വാർട്ടർ കഴിയുമ്പോഴും കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ബെറ്റർ ആയി വരുന്നതാണ് നമ്മൾ കാണുന്നത്. കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഒപ്പം ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സിന്റെ ഓഹരികളെ സംബന്ധിച്ച് ഇന്ന് 2.5% അടുത്ത നേട്ടത്തിൽ 222 രൂപ റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് സാറിന്റെ വ്യൂ എന്താണ്? GSFCയുടെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 200-220 ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കുക. അങ്ങനെ സപ്പോർട്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. ബട്ട് ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ സ്റ്റോക്ക് 240 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. എസ് പ്രദീപ് സർ, RBL ബാങ്കിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ ഫ്ലാറ്റ് ടു ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് മാറുന്നുണ്ട് സ്റ്റോക്ക്. 264 രൂപയാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇൻട്രാഡേ ഹൈ നിലവാരം എന്ന് പറയുന്നത്. നിലവിൽ ഈ ഒരു സ്റ്റോക്കിന് 280 രൂപ ടാർഗറ്റ് വില നൽകിക്കൊണ്ട് ആക്സിസ് ക്യാപിറ്റൽ ഒരു ബൈ റെക്കമെൻഡേഷൻ RBLന് നൽകുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു വാർത്തകൾ വരുമ്പോഴും ഈ ഒരു വർഷത്തിൽ ഒരു നെഗറ്റീവ് റിട്ടേൺ 6% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടുള്ളത് എന്നും കാണാം. RBL സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന നിക്ഷേപകർ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി RBL സ്റ്റോക്ക് ഒരു അണ്ടർ പെർഫോമിംഗ് സ്റ്റോക്ക് ആയിട്ട് എനിക്ക് കാണുന്നത്. ആൻഡ് ഈ ലെവൽസിൽ ഐ ഡോണ്ട് തിങ്ക് നമുക്കൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഉണ്ടെന്ന്. സ്റ്റോക്കിന്റെ നമുക്കൊരു ബുള്ളിഷ് അണ്ടർടോൺ നമുക്ക് കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ 300 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 300ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഡിക്സൺ ടെക്നോളജിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ 0.72% നേട്ടം രേഖപ്പെടുത്തി 6,732 രൂപ റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നിപ്പോൾ 6,744 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് വരാൻ വേണ്ടി ഡിക്സൺ ടെക്കിന് സാധിച്ചിട്ടുണ്ട്. ഡിക്സൺ ടെക്കുമായി ബന്ധപ്പെട്ട് സാറിന് ഒരു ലോങ് ടേം വ്യൂ എന്താണ്? എക്സ്ട്രീം ആൻഡ് ഡിക്സൺ ടെക്നോളജിയുടെ കേസിൽ ഒരു നല്ലൊരു കറക്ഷൻ കഴിഞ്ഞ 4-5 ആഴ്ചക്കിടെ നമുക്ക് കാണാനിടയായി. ആൻഡ് ഈ ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിലായിരുന്നു തിരിച്ചൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തത്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ 6,100 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക.
എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കോൾ ഇന്ത്യയെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റിൽ 1.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് 445 രൂപ എന്നുള്ള ഒരു ഇൻട്രാഡേ ഹൈ ലെവൽ ഈ ഒരു സ്റ്റോക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. കോൾ ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വർഷത്തിൽ 17% ഒരു നേട്ടം നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. 500 രൂപയിൽ താഴെ നിലവിലുള്ള ഈ ഒരു പൊതുമേഖലാ സ്ഥാപന ഒരു ഓഹരിയെ കുറിച്ചിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? Coal India's long-term trend is very much bullish. A short-term trend is also bullish. But ഈ സ്റ്റോക്കിൽ നമുക്ക് കറന്റ് ലെവൽസിൽ ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മളൊരു പ്യുവർ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 450 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 40 മുതൽ 50 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. ഇന്നത്തെ വിപണിയിൽ മെറ്റൽ സൂചികയെ സംബന്ധിച്ച് ഒരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഏകദേശം 2% ഒരു നേട്ടമാണ് മെറ്റൽ സൂചിക രേഖപ്പെടുത്തുന്നത്. എല്ലാ മെറ്റൽ ഓഹരികളിലും ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെയിൽ, JSL എന്നീ ഓഹരികളൊക്കെ തന്നെ നല്ലൊരു മുന്നേറ്റത്തിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭൂരിഭാഗം ഓഹരികൾക്കും 2%-2%-ലധികം ഒരു നേട്ടം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ബ്രോക്കറേജുകളൊക്കെ തന്നെ മെറ്റൽ സെക്ടറിലും ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തുടരുന്നുണ്ട്. സാറിനെ സംബന്ധിച്ച് ഈ ഒരു സെക്ടറിലെ സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഇതിൽ സാർ പ്രധാനമായിട്ടും ഒരു പ്രിഫർ ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയായിരിക്കും? അൺഫോർച്ചുനേറ്റ്ലി മെറ്റൽ സെക്ടർ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തന്നെ ഇല്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വളരെ സൈക്ലിക്കൽ ആയിട്ടൊരു ഇൻഡസ്ട്രി, ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെക്കുന്ന ഒരു സെക്ടർ മെറ്റൽ സെക്ടർ. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഹിൻഡാൽകോ. സോ ഹിൻഡാൽകോ ഒത്തിരി നേട്ടം നൽകിയിട്ട് ഒരു 10-15 ദിവസത്തിനിടെ മുൻപ് ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. സോ അത്തരം സെല്ലിംഗ് പ്രഷർ ഏത് മെറ്റൽ സ്റ്റോക്സിലും വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് മെറ്റൽ ഇൻഡെക്സിന്റെ കേസിൽ 7700 പോയിന്റ് സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. മെറ്റൽ ഇൻഡെക്സിന്റെ ഏറ്റവും മുഖ്യമായിട്ടൊരു റെസിസ്റ്റൻസ് 8400 പോയിന്റിലാണ് കാണുന്നത്. പ്രദീപ് സർ, ഇന്നത്തെ ഒരു ലിസ്റ്റഡ് സ്പേസിലുള്ള എല്ലാ റെയിൽവേ ഓഹരികളിലും വലിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ 2%-ലധികം BEMLന്റെ ഓഹരികളും 1.5% മുകളിൽ ഇപ്പോൾ റെയിൽ വികാസ്, റെയിൽടെൽ തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഒരു വലിയ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് 41,000 കോടി രൂപയുടെ റെയിൽവേ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അൺവെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 2000 റെയിൽവേ പദ്ധതികളാണ് മോദി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നതും. റെയിൽവേ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ്, റെയിൽവേ തുടങ്ങിയവയൊക്കെ തന്നെ ഒരു മൾട്ടി ബാഗർ നേട്ടത്തിന് ശേഷം വീണ്ടും കുതിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നുള്ള ഒരു സൂചനകളാണ് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ തന്നെ നൽകുന്നത്. അത്തരത്തിൽ കുതിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് നിലവിൽ ഒരു ലോ ബൈയിങ് അവസരമായിട്ടുള്ള സ്റ്റോക്ക് റെയിൽവേ സെഗ്മെന്റിൽ നിന്നും ഏതായിരിക്കും? സാറിന്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോക്ക് കാറ്റഗറിയിലുള്ള സ്റ്റോക്ക് ഏതാണ്? ഓഹരികൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ റെയിൽവേ സ്റ്റോക്കുകളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്റ്റോക്സാണ്. ബട്ട് ഈവൻ ഇത്രത്തോളം ഒരു കറക്ഷൻ നടന്നതിന് ശേഷം പോലും ആസ് ഓഫ് നൗ എനിക്കൊരു ലോ റിസ്ക്, പുതിയതായിട്ടൊരു ലോ റിസ്ക് ബൈങ് അവസരം ഒരു സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഒരേ ഒരു എക്സെപ്ഷൻ നമുക്ക് പറയാവുന്നത് റെയിൽ ടെല്ലായിരിക്കും. സോ റെയിൽ ടെല്ല് 4-5 ദിവസത്തിന് മുൻപ് പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാഴ്ചവെച്ചിരുന്നു. സോ റെയിൽ ടെല്ലിന്റെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഒരുപക്ഷെ അതിലൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അതോടൊപ്പം ഇന്നത്തെ വിപണിയിൽ ഒരു മന്ദതയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് ഫാർമ സെക്ടറാണ്. ഫാർമ സെക്ടറിനെ സംബന്ധിച്ചിപ്പോൾ 0.28% ഒരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ പല ഫാർമ ഓഹരികളിലും നമുക്കൊരു കനത്ത ഇടിവ് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ഓരോ ഫാർമ, ഗ്ലെൻമാർക്ക് ഫാർമ എന്നീ ഫാർമ ഓഹരികളിലൊക്കെ തന്നെ നമുക്കൊരു ഇടിവ് ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. പല കമ്പനികളെ സംബന്ധിച്ച് USFDA ഇൻസ്പെക്ഷനിൽ ഉണ്ടാകുന്ന ഒബ്സർവേഷൻസ് കണ്ടെത്തുന്നതും അത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ തന്നെ ഫാർമ കമ്പനികളെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഫാർമ സെക്ടറിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഫാർമ സെക്ടറിൽ ഈ പറഞ്ഞ പോലെ തന്നെ സാറിന് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് പ്രിഫർ ചെയ്യുന്നുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി പ്രിയ ചൂണ്ടിക്കാണിച്ചതുപോലെ ഫാർമ സെക്ടറിലും ഈ USFDAയുടെ ഇൻസ്പെക്ഷൻസ് വരുന്ന സമയത്ത് ഒത്തിരി വോളറ്റിലിറ്റി കാണാറുണ്ട്. അറ്റ് ദ മൊമെന്റ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അഗെയിൻ ഫാർമ സെക്ടറിലെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല, എക്സെപ്റ്റ് പെർഹാപ്സ് നാറ്റ്കോ ഫാർമ.
സോ നാറ്റ്കോ ഫാർമയിൽ നോക്കുമ്പോഴേക്കും ഷോർട്ട് ടേമിന് വേണ്ടി നമുക്ക് റിസ്ക് ടു റിവാർഡ് റേഷ്യോ വളരെ ഫേവറബിൾ ആണത്. നാറ്റ്കോ ഫാർമയുടെ കേസിൽ നമ്മൾ 1020 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കിൽ 70 മുതൽ 95 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 960 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. പ്രദീപ് സർ, ഹോട്ടൽ സെഗ്മെന്റിൽ നിന്നും ഷാലറ്റ് ഹോട്ടൽസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്ന് സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 135 കോടി രൂപയ്ക്ക് മാരിറ്റ് പ്രോപ്പർട്ടി കോർട്ട്യാർഡ് ഷാലറ്റ് ഹോട്ടൽസ് ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു വാർത്തകളൊക്കെ തന്നെ വരുന്നുണ്ട്. തുടർന്ന് ഓഹരിയിലുള്ള ഒരു കുതിപ്പിനുള്ള സാധ്യത നൽകുന്ന ഒരു സംഭവ വികാസങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു അക്വിസിഷൻ വഴിയൊക്കെ നടക്കുന്നത്. ഷാലറ്റ് ഹോട്ടൽസിലെ ഒരു നിലവിലെ ട്രെൻഡ് എങ്ങനെയാണ്? സോ ഷാലറ്റ് ഹോട്ടൽ ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ കുറച്ച് ദിവസമായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് സ്റ്റോക്കിൽ നമുക്ക് അറ്റ് ദ മൊമെന്റ് ഒരു ലോ റിസ്ക് ബൈങ് അവസരം കാണുന്നില്ല. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 720, 740 ആ ഒരു റേഞ്ചിലോട്ട് സപ്പോർട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കായിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. അതോടൊപ്പം പതിവ് പോലെ തന്നെ ഇന്നിപ്പോൾ സാറിന്റെ ഒരു ഫോക്കസിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? താങ്കൾ ഫ്രീ ആക്കുന്നതിന് മുൻപ് ചോദിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ അഡാനി സ്റ്റോക്സും ഞാൻ വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ബാങ്കിങ് മേഖലയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് HDFC ബാങ്ക് ഡെഫിനറ്റ്ലി എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റ്. FMCG സ്പേസിൽ നിന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടാനിയ, നെസ്ലെ ആൻഡ് പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്കുകളിൽ ക്യാമ്പസ് ആക്ടിവെയർ, നൈക്ക, അതുപോലെ തന്നെ ഗാന്ധാർ ഓയിൽ, അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ടാറ്റ ടെക്നോളജി.